പത്തനംതിട്ട തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായി. ആ അപകടത്തിൽ ഒരു കുട്ടി മരിച്ചു. 4 വയസ്സുകാരനായ യഥു കൃഷ്ണനാണ് മരിച്ചത്. അപകടശേഷം കുട്ടിയെ കാണാനുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയത്. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? ഓട്ടോറിക്ഷയിൽ ആരൊക്കെയാണ്? കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണോ ഈ അപകടം ഉണ്ടായത്? അതിദാരുണമായ അപകടമാണ് സംഭവിച്ചത്. വൈകുന്നേരം 4 മണിയോടുകൂടി തൊമ്പാക്കുളത്ത് SN സ്കൂളിലെ കുട്ടികളുമായി അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിനായി തയ്യാറെടുത്ത ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത്. റോഡ് കുറുകെ കടന്ന പാമ്പിന്റെ ശരീരത്തിൽ വാഹനം കയറാതിരിക്കാൻ വേണ്ടി വെട്ടിച്ചപ്പോൾ അപകടമുണ്ടായി എന്നുള്ളതാണ് പരിക്കേറ്റ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. വാഹനത്തിൽ 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഈ അപകടം, അതായത് വാഹനം നിയന്ത്രണം വിട്ട് റോഡിന്റെ താഴ്ചയിൽ തോടിന് സമീപത്തേക്ക് മറിയുകയാണ് ഉണ്ടായത്. പരിക്ക് ഏറ്റ കുട്ടികളെയും അതോടൊപ്പം തന്നെ ഡ്രൈവർ അടക്കമുള്ളവരെയും നാട്ടുകാർ ാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ പത്തനംതിട്ട ഒരു സ്വകാര്യ ആശുപത്രിയിലുമായിട്ടാണ് പരിക്കേറ്റവരെ എത്തിച്ചത്. അതേസമയം തന്നെ അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ നിന്നും തെറിച്ചുപോയ യദുകൃഷ്ണൻ വെള്ളത്തിലേക്ക് വീഴുകയും ഒഴുകി പോവുകയുമാണ് ഉണ്ടായത്. എന്നാൽ വാഹനത്തിലും പുറത്തുമായി കണ്ടെത്തിയ ഡ്രൈവർ അടക്കം 5 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പൊതുവായ ധാരണ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടവരെയൊക്കെ തന്നെ ഓടിക്കൂടിയ ആളുകൾ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതേസമയം തന്നെ ഈ അപകടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി 7 വയസ്സുകാരി ആദ്യലക്ഷ്മി പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണമടഞ്ഞിരുന്നു. ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വന്നപ്പോഴാണ് 4 കുട്ടികളല്ല 5 കുട്ടികൾ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെന്നും യദുകൃഷ്ണനെ കാണാതായതെന്നുള്ള വിവരം അറിയുന്ന തുടർന്ന് സംഭവ സ്ഥലത്ത് മടങ്ങി വരാം.